2026 ബി ജെ പി അധികാരം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം അണികളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അധികാരത്തിലെത്തിയില്ലെങ്കിലും നിയമസഭയിൽ പ്രതിപക്ഷമെങ്കിലും പ്രധാന പ്രതിപക്ഷമെങ്കിലും ആകുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തകർച്ചയേക്കാൾ കൂടുതലായിട്ടും CPM-ൻ്റെ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ കേരളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലും BJP നടത്തിയിട്ടുള്ള മുന്നേറ്റം കേരളത്തിൽ ഏതാണ്ട് ഒരു 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തുമാണ് എത്തിയിട്ടുള്ളത്. ഈ കണക്കുകൾ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ തന്നെ BJP-ക്ക് നല്ല ഒരു പങ്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് അമിത്ഷായിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. അത്തരത്തിൽ CPM-ൻ്റെ പ്രധാനമായിട്ടുള്ള വോട്ട് ബാങ്കായിട്ടുള്ള ഈഴവ വിഭാഗത്തിലുള്ള അതിനകത്തൊരു വിള്ളൽ വീഴ്ത്താതെ തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് നന്നായി പോയി എന്ന് CPM തന്നെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. അത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് കൃത്യമായും കണ്ടത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ക്രൈസ്തവരുടെ നല്ല പങ്ക് വോട്ട് പോയിക്കൊണ്ടിരുന്നത് UDF-ലേക്കാണ്. അതിലും നല്ല പങ്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഈഴവ വിഭാഗത്തിൽ നിന്നും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ കൂടുതലായി BJP സമാഹരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസവും കേരള ഘടക BJP-ക്കുണ്ട്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 7-8 മാസം ബാക്കി നിൽക്കെ അതിന് വേണ്ടതായ ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നിങ്ങനെ മണ്ഡലങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. വിജയ ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങളാണ് A ക്ലാസ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് 6 ഇടങ്ങളിൽ A ക്ലാസ് മണ്ഡലമായിരുന്നു. പിന്നീട് ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ ആലപ്പുഴയും A ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ ഒരു 5 പേരുടെ പട്ടികയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. 5 പേര്, പ്രധാനമായിട്ടുള്ള 5 പേർക്ക് സുരക്ഷിതമായ മണ്ഡലം തന്നെ രാജീവ് ചന്ദ്രശേഖർ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഈ BJP-യിലെ തീപ്പൊരിയായ, എവിടെ നിന്നാലും അവിടെ BJP-ക്ക് അനുകൂലമായി ഇളക്കി മറിക്കുന്ന ശോഭാ സുരേന്ദ്രൻ, നമുക്കറിയാം 2016 പാലക്കാട് മത്സരിച്ചു നിയമസഭാ സീറ്റിൽ. പിന്നീട് 2019 ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2,48,000 വോട്ടാണ് നേടിയത്. പിന്നീട് 2021 കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അന്ന് BJP 2-ാം സ്ഥാനത്താണ് എത്തിയത്. കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു. കോൺഗ്രസിൻ്റെ S ലാൽ 3-ാം സ്ഥാനത്തേതാണ് പോയത്. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് 2,99,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്താണ് എത്തിയത്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടി ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് പോലും BJP അവിടെ 2-ാം സ്ഥാനത്താണ് എത്തിയത്. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ്. അതുപോലെ വിജയം ഉറപ്പായിട്ടുള്ള മറ്റൊരു മണ്ഡലത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങാൻ പോകുന്നത്. 2016 കേരളത്തിൽ BJP നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന മണ്ഡലമായ നേമത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖർ 1-ാം സ്ഥാനത്താണ് നേമത്തെത്തിയത്. 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ട് വിഹിതം കുറഞ്ഞത്.
വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ശശി തരൂർ വിജയിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ശശി തരൂർ കോൺഗ്രസ് വിടാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ 2026 തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് 2021 കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരെ എത്തിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന പേരുകാരനാണ് MT രമേശ്. MT രമേശിനെ തൃശ്ശൂർ ജില്ലയിലെ ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടി ആലോചിക്കുന്നത്. RSS പിന്തുണയുള്ള MT രമേശ് സംസ്ഥാന സംഘടനയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് MT രമേശ്. മുതിർന്ന നേതാവ് കൂടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാം സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമായി, ഒരു പാർലമെന്റ് മണ്ഡലമായി നിൽക്കുകയാണ്. തൃശ്ശൂർ ജില്ലയും അങ്ങനെ തന്നെ. അപ്പോൾ MT രമേശിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായ സീറ്റാണ്. നാലാമത് വരുന്നത് BJPയിലെ പുതുമുഖമായ ക്രൈസ്തവ മുഖമായ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. PC ജോർജിനേക്കാളും പ്രാധാന്യം ഇപ്പോൾ ഷോൺ ജോർജിന് BJPയിൽ ഉണ്ടെന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വസ്തനാണ്. ഒപ്പം ഈ വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം എന്നീ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകളോടുകൂടി കാര്യങ്ങൾ ക്രൈസ്തവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നതിൽ വിജയിച്ച ഷോൺ ജോർജിന് ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് മണ്ഡലത്തിലാണ് മത്സരിപ്പിക്കാൻ പാർട്ടി തീർച്ചപ്പെടുത്തുന്നത്. ഈ ഷോൺ ജോർജിന് പാലയോ അതുപോലെ തന്നെ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലവുമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിനേക്കാളും സുരക്ഷിതമായ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് നിയമസഭയിൽ എത്തിക്കുകയും ആവശ്യമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആലപ്പുഴ ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത്. അഞ്ചാമത് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ 2024 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് ഏതാണ്ട് 3 ലക്ഷം വോട്ട് നേടിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നതാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 പേരും 2026 നിയമസഭയിൽ ഉണ്ടായിരിക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നു. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും MT രമേശും ഷോൺ ജോർജും വി മുരളീധരനും അങ്ങനെ പ്രധാനപ്പെട്ട 5 സുരക്ഷിത മണ്ഡലങ്ങളിലേക്കാണ് BJP സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത്.